നാൽക്കവലകളിലിരുന്ന് പരദൂഷണം പറയുന്നവർക്ക് പോലും സുരേഷ് ബാബുവിനേക്കാൾ മാന്യതയുണ്ട്. CPM ജില്ലാ സെക്രട്ടറിയുടെ സ്ഥാനത്തിരുന്ന് ഷാഫിക്കെതിരെ ഉന്നയിച്ച ആരോപണം സ്വന്തം പാർട്ടിക്ക് തന്നെ ഭാവിയിൽ വിനയാകുമെന്ന് ഉറപ്പാണ്. പരാതിയുള്ളവർ മുന്നോട്ട് വരട്ടെ, പരാതി നൽകട്ടെ, അതിൽ അന്വേഷണം നടക്കട്ടെ, കുറ്റവാളിയെ ശിക്ഷിക്കട്ടെ. അല്ലാതെ ഇത്രയും നിലവാരം കുറഞ്ഞ ആരോപണങ്ങൾ ഉന്നയിക്കുകയല്ല വേണ്ടത്. ഷാഫിയെ തടഞ്ഞ് മുണ്ടുപൊക്കി തൊണ്ടകീറി ചെമ്പട ഇത് ചെമ്പട എന്ന് വിളിച്ചതിന്റെ ഫലം എന്താണ് എന്നും വടകരയും ടീച്ചറമ്മയും അറിഞ്ഞതാണ് എന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. ഒരാൾ അയാളുടെ വ്യക്തിപരമായ ജീവിതത്തെ ബാംഗ്ലൂരിലേക്കോ അമേരിക്കയ്ക്കോ വിളിച്ചെങ്കിൽ അതിൽ അവർക്ക് പരാതിയുണ്ടെങ്കിൽ പരാതിക്കാർ മുന്നോട്ട് വരട്ടെ. പിണറായി ഭരിക്കുന്ന കേരളത്തിൽ അവർക്ക് നീതി കിട്ടാത്തതുകൊണ്ടാണോ സുരേഷ് ബാബു നിങ്ങൾ അവരുടെ വക്കാലത്ത് പിടിക്കുന്നത്? നിങ്ങൾ വിമർശിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ വിമർശിക്കുക. അല്ലാതെ മിഥുനം സിനിമയെ നെടുമുടി വേണു പറയുന്നത് പോലെ ഇപ്പോൾ പൊട്ടിക്കും എന്ന ഡയലോഗിലൊന്നും ഇനി ഇത് നിൽക്കില്ല. കാരണം ഇത് സുരേഷ് ബാബുവിന്റെ കൈവിട്ടു പോയിരിക്കുകയാണ്. വെറുതെ ഒന്ന് ഇട്ടു നോക്കിയാൽ ചാനലുകൾ ഏറ്റുപിടിക്കുമെന്നും ഭാവിയിൽ തെളിവുകളും ഇരകളെയും അവർ തന്നെ സൃഷ്ടിച്ചോളുമെന്നുമുള്ള സുരേഷ് ബാബുവിന്റെ അതിബുദ്ധി CPMന് 8ന്റെ പണിയാണ് നൽകിയിരിക്കുന്നത്. ലൈംഗിക ആരോപണ കേസും തുടർന്ന് രാഹുലിന്റെ പാലക്കാട്ടേക്കുള്ള വരവും മണ്ഡലത്തിൽ സജീവമാകാനുള്ള ശ്രമങ്ങളും എങ്ങനെയും തടയാൻ കിണഞ്ഞു ശ്രമിക്കുന്ന അണികളുടെ ശ്രമത്തെ തന്നെ ഈ ഒറ്റ പ്രസ്താവന തളർത്തിയിരിക്കുകയാണ്. കൂടാതെ രാഹുലിന് മണ്ഡലത്തിൽ സജീവമാകാനുള്ള ഒരവസരം കൂടെ സൃഷ്ടിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നേതാക്കളുടെ വിഡ്ഢിത്തം തലയിൽ വെച്ച് ചുമക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ സാധാരണ പ്രവർത്തകരും. സുരേഷ് ബാബുവിന്റെ ആരോപണത്തെ ചൊല്ലി CPMൽ അഭിപ്രായ ഭിന്നത എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. ഷാഫി പറമ്പിലിനെതിരായ ജില്ലാ സെക്രട്ടറിയുടെ ആരോപണം ഏറ്റെടുക്കാതെയാണ് CPM നേതാക്കളുടെ പ്രതികരണം. ജില്ലാ സെക്രട്ടറിക്ക് ആരോപണം ഉണ്ടെങ്കിൽ അദ്ദേഹം തെളിവുകൾ പുറത്തുവിടട്ടെയെന്നാണ് CPM നേതാക്കൾ പ്രതികരിച്ചത്. യൂത്ത് കോൺഗ്രസ് നേതാവ് പരാതി കൊടുത്തതും പാർട്ടിയെ വെട്ടിലാക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ MLA ചുമതലയിൽ നിന്ന് നീക്കുകയാണ് വേണ്ടതെന്നും മറ്റ് വിഷയങ്ങൾ ഉന്നയിച്ച് വഴിതിരിച്ചു വിടേണ്ടെന്നും NN കൃഷ്ണദാസ് പറഞ്ഞു. പാർട്ടിയിലെ മുതിർന്ന നേതാക്കന്മാരിൽ ഒരാളായ AK ബാലൻ സുരേഷ് ബാബുവിനെ കൈവിട്ടു എന്ന തരത്തിലാണ് പ്രതികരണം നടത്തിയത്. EN സുരേഷ് ബാബുവിന്റെ ആരോപണത്തിൽ കക്ഷി ചേരാനില്ലെന്നും ആരോപണം ഉന്നയിച്ചവർ തന്നെ തെളിവ് പുറത്തുവിടട്ടെയെന്നും AK ബാലൻ പ്രതികരിച്ചു. എന്തെങ്കിലും ഒരു പുതിയ വിവാദം വന്ന് ഇതിന്റെ മാധ്യമശ്രദ്ധ കുറയണേ എന്നാണ് ഇപ്പോൾ സുരേഷ് ബാബുവിന്റെ പ്രാർത്ഥന. എന്നാൽ ഇത് ആളിക്കത്തിച്ച് സുരേഷ് ബാബുവിനെ കൊണ്ട് മൊത്തം പറയിപ്പിക്കാൻ പുറകെ കൂടിയവരുമുണ്ട്. വരും ദിവസങ്ങളിൽ ഇത് പുറത്തു പറയാൻ സുരേഷ് ബാബു നിർബന്ധിതനാകും. ഒന്നും പ്രതികരിക്കാതെ ഇപ്പോൾ പൊട്ടിക്കും എന്ന് പറഞ്ഞാൽ അത് ഒരു പെൺവിഷയം ഉയർത്തി ഒരാളെ തേജോവധം ചെയ്യാൻ ശ്രമിക്കുന്ന നീച പ്രവൃത്തിയായി സമൂഹം കണക്കാക്കും. ഒരു ആരോപണം പൊക്കിപ്പിടിച്ചു വന്ന് അത് നനഞ്ഞ പടക്കമാണെങ്കിൽ സുരേഷ് ബാബു സ്വന്തം പാർട്ടിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമായിരിക്കും അത്. എന്തായാലും കുറച്ച് ബുദ്ധിയുള്ള മുതിർന്ന നേതാക്കളെല്ലാം നേരത്തെ തലയൂരി രക്ഷപ്പെടുമെന്നത് തീർച്ചയാണ്. ഇനി സുരേഷ് ബാബു അദ്ദേഹത്തിന്റെ വഴിയും. കൂടുതൽ രാഷ്ട്രീയ വിശകലന വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.